ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എൻ്റെ ഫുൾ ഡേ റൊട്ടീനാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ പതിപോലെ ഒരു 5:30 ആ ടൈം ഞാൻ എണീച്ച് സുബഹി നമസ്കാരം ഖുർആനോത്തൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലേക്ക് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കലാണ്. ഇത് ഹെൽത്തി ആണോ ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഞാനിങ്ങനെ തണുത്ത വെള്ളമാണ് കുടിക്കൽ. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചതെന്ന് വെച്ചാകുമ്പോൾ ഞാൻ സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലേക്കാണ് പോവുക. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡ് ഉണ്ടാക്കൽ. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. മുറ്റടിക്കലാണ്. മുറ്റടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും തെങ്ങാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ കച്ചറൊന്നും ഉണ്ടാവില്ല, ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഫ്രണ്ടിലൊരു സപ്പോട്ട മാവും അതുപോലെ തന്നെ ബാക്കിലൊരു പ്ലാവും ഉണ്ട്. അതിൻ്റെ ഇല വീണാൽ നമുക്കിതുപോലെ മുറ്റത്ത് ചപ്പുണ്ടാവും, അടിച്ചു വാരാനുണ്ടാവും. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൻ്റെ ഫ്രണ്ട് ഒന്ന് തുടച്ചിടലാണ്. ഇപ്പോൾ രാവിലെ എപ്പോഴും ആദ്യം കിച്ചണിലേക്ക് വരുമ്പോൾ സുബഹി നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് തുടച്ചിടും. അതെന്താണെന്നറിയില്ല, ഞാൻ കുറേ വർഷങ്ങൾ മുമ്പേ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഫ്രണ്ട് രാവിലെ തുടച്ചിടും. എൻ്റെ മൈൻഡിലേക്ക് വരിക, നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ഈ ഫ്രണ്ടില്ലേ അത് കാണാം. അപ്പോൾ എന്തെങ്കിലും പല്ലിയോ അങ്ങനെ അതിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടോ, അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയിൽ പെടുമോ എന്നുള്ളതിൻ്റെ അടുത്ത് പാറ്റകളെല്ലാം പാറ്റകളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണല്ലോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആരെങ്കിലും കാണാമെന്നുള്ളതിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് ഒന്ന് തുടച്ചിടും. എന്നിട്ടാണ് ബാക്കി പണികളൊക്കെ തീർക്കട്ടോ. അത് സ്കൂളുള്ള ദിവസമായാലും ഇല്ലാത്ത ദിവസമായാലും എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ രാവിലെ എൻ്റെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് തുടച്ചിടലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്തതായിട്ട് തുണി അലക്കാൻ വന്നിട്ടുണ്ട്. തുണി അലക്കാൻ വേണ്ടിയിട്ട് തിരക്കുള്ള ടൈമാണെങ്കിൽ ഞാൻ മെഷീനിൽ തുണി ഇടും. അല്ലാത്ത ടൈം ഇതുപോലെ കല്ലിൽ തന്നെ അലക്കിയെടുക്കലാണ്. അങ്ങനെ അലക്കാൻ വന്ന ടൈമാണ് നമ്മളെ കുഞ്ഞാപ്പ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ അവനക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ തുണി അലക്കലാണ് കേട്ടോ. മക്കളാരും എണീച്ചിട്ടില്ല കേട്ടോ. അവർ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ഉറങ്ങും. എന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്കൂളില്ലാത്ത ടൈമാണല്ലോ അവർക്ക് ഉറങ്ങാൻ പറ്റുക. അതുകൊണ്ട് അവർ കുറച്ച് ഉറങ്ങും. എൻ്റെ ഇതുപോലത്തെ പണികൾ, അതായത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ആ ടൈം ആകുമ്പോഴൊക്കെ അവരെണീക്കും. അതുകൊണ്ട് ഞാൻ അവരെണീക്കുന്നതിന് മുമ്പ് പരമാവധി എൻ്റെ എല്ലാ പണികളും തീർന്നിട്ട് ഫ്രീ ആകാൻ നോക്കും. എന്താണെന്ന് വിചാരിച്ചാൽ വെക്കേഷനിലാണ് നമ്മൾ പാരൻസും കുട്ടികളുമായിട്ട് പിന്നെ കുറേ സമയം ചിലവഴിക്കാൻ പറ്റുക. അതായിട്ടിങ്ങനായാലും വീട്ടിലായാലും നമുക്ക് അവരോട് ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം ഈ വെക്കേഷനിലാണ്. അപ്പോൾ പിന്നെ അവരെണീക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പണികളൊക്കെ ഞാൻ പെട്ടെന്ന് തീർക്കും. അത് ക്ലീനിങ് ആയാലും കുക്കിംഗ് ആയാലും എല്ലാം തീർത്തിട്ട് അവരെണീക്കുമ്പോഴേക്ക് പിന്നെ ഞാനും ഫ്രീ ആവും. അലക്കലെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പാത്തു എണീച്ചിട്ടുണ്ടായിന്. അങ്ങനെ പാത്തു ഞാനും കുളിച്ച് ഫ്രഷായി. അങ്ങനെ മോളെ നല്ല സുന്ദരി കുട്ടിയായി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പ് തന്നെ പാത്തിന് വേഗം ഫുഡ് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടാകുമ്പോൾ 1 മണിക്കൂർ അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുമ്പ് ഞാൻ അവളെ ഫുഡ് എടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങും. എന്നിട്ട് അവർ വരുന്നതിലിടയ്ക്ക് വേഗം തിന്നെ അവരെ തോൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സ്പീഡിൽ അവർ തിന്നിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചായി ഇരുന്നെങ്കിൽ നമ്മൾ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞാൽ അവളെ ഫുഡ് കഴിച്ച് കഴിയൂല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, ഒരടവെടുക്കുന്നതാണ് കേട്ടോ. അവളിടയിൽ എന്താണെന്ന് വിചാരിച്ച് കാക്കി താത്തിയും വരുമ്പോൾ ഫുഡ് കഴിക്ക്. അപ്പോൾ അവരെ തോൽപ്പിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് അവർ വരുന്നതിന് ഒരു 2-3 മിനിറ്റ് ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അവളെ ഫുഡ് കഴിപ്പിക്കലാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും പിന്നെ അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫോണൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് യൂട്യൂബൊക്കെ നോക്കിയിരുന്നു. ഒരു 11:30 ടൈം ആകുമ്പോഴേക്ക് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഇന്ന് മന്തി ഉണ്ടാക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മന്തി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഫ്രൈഡേ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് രാത്രിയത്തെ ഡിന്നറിൻ്റെ പണി
കുറഞ്ഞു കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ മന്തി ആയാലും ബിരിയാണി ആയാലും വേറെ എന്താ പറയുക സാധാരണ ഉച്ചയൂണല്ലാത്ത എന്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ല, മന്തി ബിരിയാണി ഗീ റൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് രാത്രി ഡിന്നറിനൊക്കെ കൂടുതൽ ഉണ്ടാക്കും കേട്ടോ. പിന്നെ അന്നൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. എല്ലാവരും എന്നെപ്പോലെ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അധികം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ബിരിയാണി മന്തി ഗീ റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ അത് രാത്രിയൊക്കെ കൂടുതൽ ഉണ്ടാക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ഇതാണെന്നുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അങ്ങനെ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അതൊന്നും കൂടി നമുക്ക് എല്ലായിടത്തും ഈ ഓയിലും ചിക്കൻ ക്യൂബൊക്കെ ഇട്ടല്ലേ, അതുകൊണ്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ ഈ ക്യൂബ് അലിയാണ്ട് ചിക്കൻ ക്യൂബ് അലിയാണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ചിക്കൻ ഉപ്പ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അതൊന്നും കൂടി എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ടൈം തന്നെ ഇപ്പുറം ഞാൻ റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല. ആ ടൈം തന്നെ ഞാൻ ഇതിലേക്കുള്ള റൈസ് വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ചൊരു 10-20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് റൈസിന്. ആ ടൈം തന്നെ ഇപ്പുറത്തെ ചിക്കനും വെച്ചുകൊണ്ട് ചിക്കൻ ഒന്നായിട്ട് മറിച്ചിടുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ പണി പെട്ടെന്ന് തീരും കേട്ടോ. ഓരോ ടൈം തന്നെ റൈസായാലും ചിക്കനായാലും എല്ലാം കുക്കാക്കിയാൽ നമ്മൾക്ക് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഫ്രീ ആകാം. ഇപ്പം പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ കിച്ചണിലൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് പരമാവധി ഞാനെല്ലാം എല്ലാ പണികളും രാവിലെ തന്നെ തീർത്തിട്ട് വേഗം കിച്ചണിന് ഒഴിവാകലാണ് കേട്ടോ. അങ്ങനെ ചോറും ചിക്കനൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളിൻ്റെ ചട്നിയും അതുപോലെ തന്നെ മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് മെയിനായിട്ട് മയോണൈസ് വേണ്ടു. എന്നാലും ഞാൻ അതിൻ്റെ കൂടെ ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും മല്ലിയിലയും അതുപോലെ ഒരു പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ടീസ്പൂണ് ജീരകം കേട്ടോ. ചെറിയ ജീരകമാണ്. ജീരകം ഇട്ട് കുറച്ച് വിനാഗറിട്ട് ഉപ്പിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ. പക്ഷേ കുട്ടികൾക്കെല്ലാം എന്താ പറയുക മയോണൈസ് ഇഷ്ടമാവും. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കും സൈഡായിട്ട്. ഇപ്പം തന്നെ മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ചോറും ഇതെല്ലാം അവിടെ നാന്ന ടൈം തന്നെ ഇങ്ങനെ സൈഡായിട്ടുള്ള കഴിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ചാൽ ചോറായ ടൈം പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പിന്നെ എന്തായാലും നമുക്ക് കിച്ചൺ ക്ലീനിങ് ഉണ്ടാവും. എന്തായാലും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും കിച്ചൺ ക്ലീൻ ഉണ്ടാവും. എത്ര ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയാലും ഇത് ഫുഡാക്കി കഴിഞ്ഞാൽ കിച്ചൺ ആ കാലം കോലാവും. പരമാവധി ഉണ്ടാക്കുമ്പോൾ തന്നെ എടുത്ത പാത്രങ്ങളൊക്കെ കൈവച്ച് അവിടെ കൗണ്ടർ ടോപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കലുണ്ട്. എന്നാലും പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എത്ര ശ്രദ്ധിച്ചാലും എനിക്ക് പാത്രങ്ങളൊക്കെ പിന്നെയും കഴുകാനുണ്ടാവും, തുടക്കാനുണ്ടാവും. അതങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ചിക്കൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കനൊക്കെ നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ചോറിൻ്റെ വേവും കൂടി നോക്കിയിട്ട് പിന്നെ ഇതൊന്ന് പുകയ്ക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. മന്തി റെഡിയായി.
നമ്മളെ ചോറും കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ മന്തി ഒന്നെല്ലാം റൈസും പിന്നെ ചിക്കനൊക്കെ കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കണം. സാധാരണ ഈ ചിക്കൻ കുക്കായതിൻ്റെ പാത്രത്തിൽ തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ ഈ പാത്രത്തിൽ തീരെ സ്പൈസ് ഇല്ല. അതുകൊണ്ട് ഞാൻ റൈസ് ഉണ്ടാക്കിയ പോട്ടിലേക്ക് റൈസൊക്കെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പോട്ടിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഓയിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ കോരി ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റെഡും യെല്ലോ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കുക്കാക്കി ഓയിലുണ്ടല്ലോ, ആ ഓയിലും ഒരു 2-3 ടേബിൾ സ്പൂൺ ഈ ചോറിൻ്റെ മേലയിലൊന്ന് ഒഴിച്ചെടുക്കുക. അതായത് നമുക്ക് ആ മസാലൻ്റെ ഒരു ടേസ്റ്റ് ചോറിന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, ഓയിലാണ് കുറച്ച് ഒഴിച്ചെടുക്കുക. ഞാൻ 2 ലെയറായിട്ടാണ് കേട്ടോ ചോറിട്ട് കൊടുത്തത്. പിന്നെ ഫൈനൽ നമ്മൾ പച്ചമുളക് കുത്തി വെക്കലാണ് കേട്ടോ. പച്ചമുളക് കുത്തി വെക്കുന്ന എന്തിനാന്ന് വിചാരിച്ചാൽ നമ്മൾ പുകയ്ക്കുന്ന ടൈം ഈ പുകൻ്റെയും പച്ചമുളകൊക്കെ വാടിയിട്ട് നല്ല ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് മന്തി കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ആ സ്മെല്ലിലാണ് കേട്ടോ മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി കോണ്ടർ തുടച്ച് കഴിഞ്ഞിട്ട് ഈ ചോറൊന്ന് പൊട്ടിക്കലാന്ന് കേട്ടോ. പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ചോറ് മന്തിയാണല്ലോ, അടിയിലാണല്ലോ ചിക്കൻ ഉണ്ടാകുക. അപ്പോൾ ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. നമ്മൾ ചോറ് കോരുമ്പോൾ ഇളക്കി കോരണം കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ചോറിൽ കളറും അതുപോലെ തന്നെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തല്ല, അതിൻ്റെ ഒക്കെ ടേസ്റ്റ് വരണമെങ്കിൽ എല്ലാം എടുത്ത് വെക്കണമെങ്കിൽ നമ്മൾ ഇളക്കി കോരുക. എന്നിട്ട് അടിയിലെ ചിക്കൻ എടുത്തിട്ട് പിന്നെ ചോറെല്ലാം ഒരുമിച്ചാക്കിയിട്ട് അതിൽ ചിക്കൻ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും മോന് പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കഴിഞ്ഞ്, പിന്നെ ഫുഡ് കഴിച്ചാലും ഉണ്ടാവില്ല നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ, അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഞാൻ വേഗം വൈകുന്നേരത്തേക്കുള്ള സ്നാക്ക് ഉണ്ടാക്കലാണ് കേട്ടോ. ഇന്ന് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ എനിക്കെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടത്തേക്ക് പോകുമ്പോൾ കുറച്ച് എടുക്കാമെന്നുള്ളതിൻ്റെ അടുത്ത് ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അധികം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല കേട്ടോ, എന്നാലും നമുക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇതുപോലെ മന്തി അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ ഫ്രൈഡ് ഉണ്ടാക്കിയാൽ പിന്നെ വൈകുന്നേരം സ്നാക്കും ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒരു ബ്ലാക്ക് ടീയോ അതുപോലെ എന്തെങ്കിലും ജ്യൂസകത്ത് ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യും. ഇതുപോലെ ചായയും കടിയൊന്നും കുടിക്കില്ല. പിന്നെ സാധാ ഊണാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. പക്ഷേങ്കിൽ ഇതുപോലെ മന്തി അതുപോലെ ബിരിയാണി ഗീ റൈസ് എന്തെങ്കിലും പ്രശ്നമുള്ള ദിവസങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ടീയോ അതുപോലെ ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യും. അങ്ങനെ ഞാനിന്ന് ബ്രെഡിനെ കൊണ്ട് ഒരു റോളും കുറച്ച് ഉന്നക്കായാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ റോളൊക്കെ എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉന്നക്കായും കൂടി ഉണ്ടാക്കിയിട്ട് തേങ്ങ കൊണ്ടല്ല കേട്ടോ പണ്ടുണ്ടാക്കുന്നത്. ഇതുപോലെ മുട്ട വെച്ചിട്ട് എളുപ്പപ്പണിയാണ് കേട്ടോ. ശരിക്കും ഉന്നക്കായ്ക്ക് തേങ്ങ വെച്ചിട്ടുള്ള പണ്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെങ്കിൽ ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മുട്ട വെച്ചിട്ടുള്ളൊരു പണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടപ്പണ്ട കഴിക്കാനായിട്ട്. വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മക്കൾക്ക് മുട്ട കഴിക്കാത്ത മക്കൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ രാവിലത്തെ ചായക്കോ വൈകുന്നേരത്തെ ചായക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും കേട്ടോ. ഞാൻ അധികം എൻ്റെ മോൾക്കെന്നല്ല മക്കൾക്കെല്ലാം ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുക. അത് മുട്ട വെറുങ്ങനെ കൊടുത്താൽ കഴിക്കില്ല. അപ്പം ഞാൻ ഇതുപോലെ മുട്ടൻ്റെ അകത്ത് പഞ്ചസാര ഇട്ടിട്ട് ഓംലേറ്റ് അടിച്ചെടുക്കുക. ഇതുപോലെ പണ്ടുണ്ടാക്കുന്ന പോലെ ഒന്ന് വറവാക്കി പഞ്ചസാര ഇട്ടിട്ട് വറവാക്കിയിട്ട് ഇതുപോലെ കൊടുക്കുക. അങ്ങനെല്ലാം ആകുമ്പോൾ അവർ ചായക്ക് കഴിക്കും. അങ്ങനെ ഞാൻ പിന്നെ കടികളിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ ചിക്കൻ റോളായാലും ബ്രെഡ് റോളായാലും എന്ത് റോളായാലും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും
നമ്മൾ കട്ട്ലേറ്റ് ആയാലും എന്തായിക്കോട്ടെ എന്ത് സ്നാക്കാണെങ്കിലും നമ്മൾ പിന്നെ ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കില്ല, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ ഉപകാരം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് എണ്ണയിലേക്ക് പോകില്ല കേട്ടോ, എണ്ണ വിടക്കാവില്ല. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി അപ്പാടും തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് ഈ എണ്ണയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഏറ്റവും നല്ലത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് എണ്ണയിലേക്ക് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ മുൻകൂട്ടി അറിയുന്ന കാര്യമെല്ലാമാണെങ്കിൽ നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമ്മൾ എണ്ണ മോശമാകാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ 2 സ്നാക്കും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആകെ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കുറച്ച് അവിടത്തേക്ക് കൊടുക്കണം, പിന്നെ ബാക്കി ഇവിടെ ചായക്ക് വെക്കണം. ഇവിടെ ചായക്ക് തന്നെ എൻ്റെ മൂത്തമ്മയുണ്ട് കേട്ടോ ഇന്ന് വീട്ടിൽ, അതുകൊണ്ട് അവർക്ക് ചായക്ക് കൊടുക്കാമെന്നുള്ള ഇതിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ ഗ്യാസിലൊക്കെ തെറിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കലാണ് കേട്ടോ. നിങ്ങൾ ഗ്യാസിൽ ഇതുപോലെ സ്റ്റൗമ്മൽ ഇങ്ങനെ എണ്ണയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ തെറിച്ചിട്ടാകുമ്പോൾ നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പ് തോർത്തുന്ന ആ ടവലിനെ കൊണ്ട് തുടക്കാണ്ട് ഇതുപോലെ ഒരു പേപ്പറോ ടിഷ്യോ കിച്ചണിൽ എന്തായാലും ടിഷ്യൂ ഉണ്ടാവില്ല, ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കിയാൽ പെട്ടെന്ന് ക്ലീൻ ആകും കേട്ടോ. അല്ലാത്ത നമ്മൾ ആ കൗണ്ടർ ടോപ്പ് തോർത്തുന്ന ടവൽ വെച്ച് തുടക്കുമ്പോൾ ഈ എണ്ണമയ്ക്ക് പിന്നെയും കൂടി ആ ടവലും വടക്കാവും. അതുപോലെ തന്നെ കുറേ ടൈം നമ്മൾ വാഷ് ചെയ്ത് തുടച്ച് അങ്ങനെ ആക്കണ്ടേ. ഇതാകുമ്പോൾ നമ്മളൊരു ടിഷ്യൂ അല്ല ഒരു പേപ്പറോ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചാൽ പെട്ടെന്ന് എണ്ണയും പോവും, നമ്മൾ സ്റ്റൗവും വേഗം എന്താ പറയുക ക്ലീനാവും കേട്ടോ. അങ്ങനെ ഞാൻ കടിയൊക്കെ തന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അവിടത്തേക്ക് കൊണ്ടുപോകേണ്ടതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ പോകാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അവളും ഞാനും നല്ല ഫ്രണ്ടാണ്. മാത്രമല്ല അവളെ ഹസ്ബൻഡിൻ്റെ ഫാമിലി നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെ അവളെ ഹസ്ബൻഡിൻ്റെ ഉമ്മ വീണിട്ട് കാലിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല, അവരെ കാണാനായിട്ട് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ അവർ ഇന്നലെ രാത്രി അവളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ ഒന്ന് കണ്ടിട്ട് വരാമെന്നുള്ള ഇതിൻ്റെ അടുത്ത് പോകുന്നതാണ് കേട്ടോ. പോകുന്നതിടക്ക് ഞാനൊരു ഉന്നക്കായ് കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ മുട്ടപ്പണം വെച്ചിട്ട് ഉന്നക്കായ് കഴിക്കാൻ പോയി വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.